ഇന്ന് ജൂൺ 1-ാം തീയതിയാണ് അല്ലേ? അപ്പം നിങ്ങളുടെ പങ്കാളിയുടെ കറണ്ട് ഫീലിങ്സിലേക്കാണ് പോകുന്നത്. അപ്പം ഡേറ്റ് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക സമയം ഉണ്ട് എന്നാണ് അതിനർത്ഥം. എന്നാൽ ഇവിടെ ടൈംലെസ് ആണ് നോക്കുന്നത്. എപ്പോൾ കണ്ടാലും നിങ്ങൾക്കതിന്ന് ആ എനർജി കിട്ടും. അതുകൊണ്ടാണ് ഇവിടെ മന്ത്രം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ഞാനിത് തുടങ്ങുന്നത്. നിങ്ങളും പ്രാർത്ഥനയോടുകൂടി മാത്രം ഇത് കേൾക്കാനിരിക്കുക. താഴെ കമൻ്റ് ഇടുക. ഇവിടുത്തെ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് കിട്ടട്ടെ. ഇനി ടാരോ ദേവിയുടെ മെസ്സേജുകൾ നോക്കാം. ചാനൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പ്രൈവറ്റ് റീഡിംഗ് വേണമെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. മൂൺ കാർഡാണ് ആദ്യം വന്നിരിക്കുന്നത്. ഭ്രാന്തമായ പ്രണയമാണ്, ഒപ്പം തന്നെ പ്രശ്നങ്ങളുണ്ട്. 2 വാണ്ടാണ്, അലച്ചിലും കഷ്ടപ്പാടുമാണ്. 3 വാണ്ടാണ്, വീട്ടുകാരാണ് കൂടുതൽ എതിർക്കുന്നത്. 5 സൂട്ട്സ് ആണ്, രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടാവുന്നുണ്ട്. ടവറാണ്, ഇപ്പം എല്ലാം എൻഡായിരിക്കുകയാണ്. ഫുൾ കാർഡാണ്, അലഞ്ഞു തിരികെയാണ് അതിന് ശേഷം. 2 കപ്പാണ്, സ്റ്റാർട്ടിങ്ങിൽ എൻഡായ ഒരു പ്രണയം. ഏസ് ഓഫ് പെൻഡക്കിളാണ്, പുതിയ പ്രണയത്തിലേക്ക് പോയ ചില ആളുകളുണ്ട്. ടെമ്പറൻസ് ആണ്, ബാലൻസിങ് ഇല്ല. ഭൂമിയാണ്, അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്കോർപിയോനെയാണ്. ടവർ വീണ്ടും വന്നു. നല്ല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. മകയിരം, ചിത്തിര, അവിട്ടം, അത്തം, രോഹിണി, തിരുവോണം, കാർത്തിക, ഉത്രം, ഉത്രാടം ഇതൊക്കെയാണ് ബ്ലെസ്സിങ് സ്റ്റാറായിട്ട് വന്നിരിക്കുന്നത്. 18, 2, 3, 5, 16 2 തവണ വന്നിട്ടുണ്ട്. 0 വന്നിട്ടുണ്ട്, 2 വന്നിട്ടുണ്ട്, 1 വന്നിട്ടുണ്ട്, 21 വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്പറുകൾ. ഇവിടെ കൂടുതലും അങ്കാരകനാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് 2 സ്വഭാവമായിരിക്കും ഇയാൾക്ക്. ഒന്ന് ഇത്തിരി ആക്രമണ സ്വഭാവം ഉണ്ടാവും, മറ്റേത് ഇത്തിരി ഊർജം, നല്ല രീതിയിൽ പോകണം, ഇത് മുന്നോട്ട് പോകണം എന്നുള്ള സ്വഭാവം ഉണ്ടാവും. അപ്പം ഇതിലേതാ നിങ്ങളുടെ പങ്കാളിയുടെയെന്ന് നിങ്ങൾക്കേ അറിയുള്ളൂ. ഇവിടെ അത്തരം ആളാണ് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അങ്കാരകനാണ്. അംഗങ്ങളെ എരിക്കുകയാണോ ചെയ്യുന്നത് അതോ നല്ലതാണോ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്കേ അറിയുള്ളൂ. അപ്പം മനസ്സിനെ സങ്കടപ്പെടുത്തുകയാണോ സന്തോഷിപ്പിക്കുകയാണോ എന്നുള്ളത് നിങ്ങളുടെ ആ സാഹചര്യം പോലെയൊക്കെ എടുക്കുക കേട്ടോ. 2 അനുഭവം ഉണ്ടാവും. ഒരുപക്ഷെ മുന്നോട്ട് പോവാം എന്ന് പറഞ്ഞ് നല്ല പ്രണയത്തിലൂടെ പോകുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ആക്രമണോത്സുകത എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങളുമായിട്ട് എപ്പോഴും ഫൈറ്റിംഗ് ചെയ്യുന്ന ആളാണോ എന്നുള്ളത് നിങ്ങൾക്കറിയാം. എപ്പോഴും വഴക്കായിരിക്കും, സംശയമായിരിക്കും, യുദ്ധരംഗമായിരിക്കും. ഈ 2ഉം ഒരാൾ തന്നെയാണ് തരുന്നതെന്നുള്ളതാണ് വിചിത്രമായ കാര്യം. ഇവിടെ ആദ്യം വന്നിരിക്കുന്ന മൂൺ കാർഡാണ്. മൂൺ കാർഡ് എന്ന് പറഞ്ഞാൽ ഭ്രാന്തമായ പ്രണയമാണ്. മീനം രാശിയാണ്, ഇടമത്സ്യങ്ങളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും സോൾ കണക്ഷനാണ്, സ്നേഹമൊക്കെ സത്യമാണ്. എന്നാൽ മറഞ്ഞിരിക്കുന്ന ശത്രുക്കളുണ്ട് നിങ്ങൾക്ക് ചുറ്റും. അത് ഇവരുടെ തന്നെ ദേഷ്യമായിരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ദേഷ്യമായിരിക്കുക. ശത്രു എന്ന് പറഞ്ഞാൽ മറ്റൊരാളാവണമെന്നില്ല, അവനവൻ തന്നെ ആയാലും മതി. അപ്പം നമ്മളുടെ ഏറ്റവും വലിയ ശത്രു നമ്മൾ തന്നെയാണ്, ബന്ധുവും നമ്മൾ തന്നെയാണ് എന്നാണ് പറയുക. അപ്പം ഇതിൽ ശത്രുവായിട്ടാണോ നിങ്ങൾ പെരുമാറുന്നത്, ബന്ധുവായിട്ടാണോ എന്ന് ആദ്യം തന്നെ ഞാൻ അതാണ് ചോദിച്ചത്. ഇവിടെ മൂൺ എന്ന് പറഞ്ഞാൽ ഭ്രാന്തമായ പ്രണയമാണ്. അതുപോലെ തന്നെ ചില വഴക്കുകളും ഒച്ചപ്പാടുകളും ഉണ്ടാക്കുന്നത് ഈ മൂൺ തന്നെയാണ്. അപ്പം ഇതിലേതാ നിങ്ങളുടെ അവസ്ഥ എന്ന് നിങ്ങൾക്ക് അറിയൂ. കർക്കിടകം രാശിയാണ്, സ്വന്തം ലോകത്ത് ഒതുങ്ങിക്കൂടുന്ന ഒരാളാണ്. മാറ്റിക്കൊണ്ടിരിക്കുന്നത് ചളിയാണ്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന ഒരാളാണ്. നിങ്ങളെ സംശയിക്കാവും, അല്ലെങ്കിൽ അവനവന് കിട്ടുമോ എന്നുള്ള സംശയമായിരിക്കാം, അല്ലെങ്കിൽ ധാരാളം നെഗറ്റീവ് ചിന്തകളുള്ള ആളാണ്. അങ്ങനെയുള്ള ആളാണോ? അപ്പോൾ ഭ്രാന്തമായ പ്രണയമാണ്, ഒരുപാട് പ്രശ്നങ്ങളാണ്. നിങ്ങളോട് തന്നെ ചില സമയത്ത് വഴക്കടിക്കുന്നുണ്ട്, ചിലപ്പോൾ ബ്ലോക്ക് ചെയ്ത് പോകുന്നുണ്ട്, സംശയം തീരുന്നില്ല. നിങ്ങളുടെ ബന്ധം എന്താണെന്ന് നിങ്ങൾക്ക് അറിയൂ. സിംഗിളാണോ, കപ്പിളാണോ, അതോ വിവാഹേതര ബന്ധമാണോ എന്നറിയില്ല. വിവാഹേതര ബന്ധമാണെങ്കിൽ ഈ വ്യക്തി ചിന്തിക്കുന്നത് എന്നെപ്പോലെ തന്നെ മറ്റാരോടെങ്കിലും സ്നേഹമുണ്ടോ, ഇത് സത്യമുള്ള പ്രണയമാണോ, ഒരു തേർഡ് പാർട്ടി ഞങ്ങൾക്കിടയിലുണ്ടോ, ഇങ്ങനെയുള്ള സംശയമാണ് അവരുടെ ശത്രുവായിട്ട് മാറിയിരിക്കുന്നത്. ഇനി സിംഗിൾ ആണെങ്കിലും ഒരു ഓപ്ഷൻ മാത്രമല്ലേ ഞാൻ എന്നാണ് അവർ ചിന്തിക്കുന്നത്. അപ്പം നിങ്ങളുടെ സ്നേഹം ആത്മാർത്ഥമാണെന്ന് പലപ്പോഴും അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല.
അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ അങ്കാരകനെ എടുത്തിടാൻ കാരണം. രണ്ട് തരത്തിൽ ചിന്തിപ്പിക്കും. ചില സമയത്ത് വഴക്കിന് തോന്നിപ്പിക്കും, പ്രേരിപ്പിക്കും. ചില സമയത്ത് അങ്ങേയറ്റ സ്നേഹമായിരിക്കും, നിങ്ങളെ വിശ്വസിക്കും. അപ്പം എല്ലാ സമയത്തും നിങ്ങളെ വിശ്വസിക്കാൻ കഴിയാത്തൊരു വ്യക്തിയാണ് അപ്പുറത്തിരിക്കുന്നത്. ബന്ധം ഏതുമാവാം, ഭർത്താവ് തന്നെയാവാം, ഭാര്യ തന്നെയാവാം, അല്ലെങ്കിൽ മറ്റു കുടുംബങ്ങളിൽ ഇരിക്കുന്നവരാവാം, അതുമല്ലെങ്കിൽ സിംഗിൾ ആവാം. ഈ വ്യക്തിക്ക് സ്വന്തം മനസ്സിനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആ സമയത്താണ് നിങ്ങൾക്ക് വഴക്കുണ്ടാവേണ്ടി വരുന്നത്. നിങ്ങൾ എത്രമാത്രം ആത്മാർത്ഥത കാണിച്ചാലും അവരുടെ സംശയങ്ങൾ തീരുന്നില്ല. അതാണ് ഇവിടെ പറയുന്നത്. ഇനി 2 വാണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് അലച്ചിലും കഷ്ടപ്പാടും ഒക്കെ അനുഭവിക്കുന്ന ആളാണ്. ഇവിടെ 2 തരത്തിൽ ചിന്തിപ്പിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ 2 തരത്തിലുള്ള ജീവിത അനുഭവങ്ങളായിരിക്കാം, അല്ലെങ്കിൽ 2 തരത്തിലുള്ള അഭിപ്രായമായിരിക്കാം, സാമ്പത്തികമായിരിക്കാം, ജോലിയായിരിക്കാം, കുടുംബ പശ്ചാത്തലമായിരിക്കാം. 2 എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. 2 തന്നെയാണ് 3 പറയുന്നത്. അപ്പോൾ നിങ്ങൾ 2 തരത്തിലാണ് ചിന്തിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവിടെ പ്രണയത്തിൻ്റെ കാര്യമാണല്ലോ പറയുന്നത്. അപ്പോൾ ഒരാൾ ചിന്തിക്കുന്നതല്ല മറ്റേയാൾ ചിന്തിക്കുന്നത്. എപ്പോഴും നെഗറ്റീവായിട്ടാണ് നിങ്ങളുടെ പങ്കാളി ചിന്തിക്കുന്നത്. നിങ്ങളുടെ സ്നേഹത്തിൽ എപ്പോഴും കള്ളത്തരുണ്ട് എന്നാണ് അവർ വിചാരിക്കുന്നത്. മറ്റൊരാളോടും താല്പര്യമുണ്ട്, ഇങ്ങനെ സംശയിക്കുന്നുണ്ട്. മുഴുവനായിട്ട് നിങ്ങളെ ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയുന്നില്ല. ഒരു വാക്കിൽ പറയുകയാണെങ്കിൽ എപ്പോഴും നിങ്ങളെ സംശയമാണ് ഈ വ്യക്തിക്ക്. ഇനി വന്നിരിക്കുന്നത് 3 വാണ്ടാണ്. മൂന്നാമത്തെ ഒരു വ്യക്തി ഉണ്ടോ എന്നുള്ള സംശയമാണല്ലോ. 2 വാണ്ടും അതാണല്ലോ പറയുന്നത്. ഞാനൊരു ഓപ്ഷൻ മാത്രമാണ്, മറ്റൊരാളോടും താല്പര്യമുണ്ട്, അങ്ങനെ അവരെ ചിന്തിച്ച് കുഴപ്പത്തിലാവുകയാണ്. ഇനി 3 വാണ്ടെന്ന് പറഞ്ഞാൽ വീട്ടുകാരെ എതിർപ്പായിട്ട് നിൽക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് 2 പേർക്ക് കുടുംബമുണ്ടെങ്കിൽ അതായിരിക്കുക. തേർഡ് പാർട്ടി ആയിട്ട് വീട്ടുകാർ തന്നെയാണ് നിൽക്കുന്നത്. അതുമല്ലെങ്കിൽ വീട്ടുകാർ കൊണ്ടുവന്ന ഒരു ഓപ്ഷൻ, അതാണ് 2 വാണ്ടും 3 വാണ്ടും കൂടി പറയുന്നത്. മറ്റൊരു വിവാഹത്തിന് നിർബന്ധിക്കുന്ന ആള്, അതായിരിക്കാം നിങ്ങളുടെ പങ്കാളി. എന്നാൽ അയാൾ അതിലേക്ക് പോയിട്ടില്ല, ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ സ്നേഹം സത്യമായിരിക്കുമോ, എല്ലാ കാലത്തും ഉണ്ടാവുമോ, ഞാൻ വിളിച്ച എൻ്റെ കൂടെ വരുമോ, ഇറങ്ങി വരുമോ എന്നുള്ളതല്ല, കല്യാണത്തിലേക്ക് മുന്നോട്ട് പോകുമെന്നാണ് സിംഗിൾ ആണെങ്കിൽ അവർ ചിന്തിക്കുന്നത്. ഇനി 2 കുടുംബത്തിലിരുന്ന് പ്രണയിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിലാണ് സംശയം. ദമ്പതികളാണെങ്കിലും പല സംശയങ്ങളും നിങ്ങളുടെ പങ്കാളിക്കുണ്ട്. പ്രധാനമായിട്ട് അവരോട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിൽ സത്യസന്ധത ഉണ്ടോ എന്നുള്ള ചിന്തയാണ് ഇവിടെ. അതാണല്ലോ വന്നിരിക്കുന്നത്. എപ്പോഴും സംശയം മനസ്സിനെ കലക്കിക്കൊണ്ടിരിക്കുന്ന കർക്കിടകം രാശി, സ്വന്തം ലോകത്ത് ഒതുങ്ങിക്കൂടുന്നൊരു സ്വഭാവം. അപ്പോൾ ആ വ്യക്തി സ്വന്തം സംശയം കാരണം നിങ്ങൾക്ക് സ്നേഹം തരുന്നില്ല. ചില സമയത്ത് വരും, നന്നായി സ്നേഹിക്കും. ചില സമയത്ത് ചിന്തകൾ മറിച്ചാവും. ഞാൻ എന്തിനാ എത്രയ്ക്കൊക്കെ ആത്മാർത്ഥത കാണിക്കുന്നത്, എന്നോട് അതുണ്ടോ, ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും. കാരണം നിങ്ങൾ വഴക്കിടുന്നുണ്ട്. 2 പേരും തമ്മിൽ ബാലൻസിങ് ഇല്ലല്ലോ, അതിവിടെ വന്നിട്ടുണ്ടല്ലോ. ഒരാൾ പറയുന്നത് മറ്റേയാൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഈഗോ ധാരാളമുണ്ട്, സംശയമുണ്ട്, അസൂയുണ്ട്, എല്ലാം കൂടി കലർന്നിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആ സമയത്ത് അടിയാവും. ഒരാൾ പറഞ്ഞത് മറ്റേയാൾ അംഗീകരിക്കില്ല, തെറ്റിപ്പോവും, ബ്ലോക്ക് ചെയ്തു പോവും, പിന്നെ കുറച്ച് ദിവസം മിണ്ടില്ല. അങ്ങനെ ഇപ്പുറത്തും അപ്പുറത്തും വിഷമത്തിലിരിക്കുന്നതാണ് കാണുന്നത്. സ്നേഹം സത്യസന്ധമാണ്. അപ്പോൾ ഈ സ്നേഹം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, പ്രവൃത്തിയിൽ അത് കൊണ്ടുവരുന്നില്ല. മനസ്സിൽ സ്നേഹം ഉണ്ടായിട്ട് കാര്യമില്ല. 2 പേർക്കും മിസ് ചെയ്യുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്, എന്നാൽ കലഹിക്കുന്നുണ്ട്. അതാണ് 5 സോഡ്സ് പറയുന്നത്. ഇവിടെയാണ് അങ്കാരകൻ ആക്രമണകാരിയായി മാറുന്നത് 5 സോഡ്സ് എത്തുമ്പോൾ. അപ്പം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്തർക്കങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ചെറിയ തോതിലാണെങ്കിലും വഴക്കുകൾ ഉണ്ടാവുന്നുണ്ട്. അത് കഴിഞ്ഞ് മാറിപ്പോകുന്നുണ്ട്. പിന്നെ ടവർ വരുന്നത് 2 പേരുടെ ഭാഗത്ത് ടവർ വന്നിട്ടുണ്ട്, ഒരു ഭാഗത്തല്ല. പിന്നെ മിണ്ടില്ല, 2 പേരും അങ്ങ് 2 വഴിക്ക് അവനവൻ്റെ ലോകത്ത് ഒതുങ്ങിക്കൂടുകയാണ്. തകർന്നടിഞ്ഞു അല്ലേ. 5 സോഡ്സിൻ്റെ അനന്തരഫലമായിട്ടാണ് ടവർ വന്നിരിക്കുന്നത്. ഈ വഴക്കിട്ട ശേഷം 2 പേരും അവനവൻ്റെ പാട് നോക്കിയിരിക്കുകയാണ്. പിന്നെ സംസാരിക്കാൻ പോവില്ല, എൻ്റെ ആവുകയാണ്. അങ്ങനെ നിങ്ങളിങ്ങനെ ഓൺ ഓഫ് ബന്ധമായിട്ട് പോകുന്നവരാണ് എന്നാണ് 2 ടവർ വന്നതുകൊണ്ട് പറയാനുള്ളത്. ആരസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് യുദ്ധം ഉണ്ടാവുന്നുണ്ട്. യുദ്ധത്തിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്, സ്നേഹത്തിനാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ സ്നേഹിക്കാൻ പോകുമ്പോൾ ഒക്കെ യുദ്ധമായി കലാശിക്കുകയാണ് നിങ്ങളുടെ ബന്ധം. അപ്പം നിങ്ങൾക്ക് എന്ത് സമാധാനമാണ് ഇവിടെ കിട്ടുന്നത് എന്നാണ് ചോദിക്കുന്നത്. ചെറിയൊരു കാര്യത്തിനൊക്കെ ആവും വലിയ യുദ്ധം ഉണ്ടാവുന്നുണ്ടാവുക. അവരോട് പറയാതെ നിങ്ങൾ എവിടേക്കെങ്കിലും പോവുക, നിങ്ങളോട് പറയാതെ അവരെവിടേക്കെങ്കിലും പോവുക, ഇതൊക്കെ ചോദിച്ചിട്ടാവും വലിയ യുദ്ധമൊക്കെ ആയി മാറുന്നത്. അതോടുകൂടി 2 പേരും വേണ്ട എന്ന് പറഞ്ഞ് ബ്ലോക്ക് ചെയ്ത് പോവുക, മാറി നിൽക്കുക, വിളിക്കില്ല. അങ്ങനെ 2 പേരും അവനവൻ്റെ സ്ഥലങ്ങളിലിരുന്ന്
എത്തി നോക്കുക. പിന്നെ പങ്കാളി വിളിക്കുന്നുണ്ടോ, സങ്കടപ്പെടുന്നുണ്ടോ, മറ്റാരെങ്കിലുമായിട്ട് സ്നേഹത്തിൽ പോകുന്നുണ്ടോ, തേർഡ് പാർട്ടി ഉണ്ടോ, ഇതൊക്കെയാവും പിന്നെ ചിന്തിക്കുന്നുണ്ടാവുക. അപ്പം നിങ്ങൾ ചിന്തിക്കും ഞാനില്ലെങ്കിലും അവർക്ക് കുഴപ്പമില്ലാന്ന്, അവരും ചിന്തിക്കും ഞാനില്ലെങ്കിലും അവർക്ക് കുഴപ്പമില്ലാന്ന്. ഇങ്ങനെ രണ്ടുപേരും ഒരേപോലെ ചിന്തിക്കുന്നു എന്നാണ് 2 ടവർ വന്നതുകൊണ്ട് പറയാനുള്ളത്. അതുകൊണ്ടാണ് സംയമനം പാലിക്കാൻ ഇവിടെ പറയുന്നത്. ടെമ്പറൻസ് എന്ന് പറഞ്ഞാൽ ബാലൻസിങ് ഇല്ല എന്ന് പറഞ്ഞു അല്ലേ. ടെമ്പറൻസ് തരുന്ന മറ്റൊരു സന്ദേശം ഒരാൾക്ക് കൊടുക്കുന്നത് മറ്റൊരാൾക്ക് കൊടുക്കുമോ എന്നുള്ള പേടിയാണ്. സ്നേഹത്തിൽ കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടാവുമല്ലോ, നിങ്ങളോട് സ്നേഹത്തിലാവുമല്ലോ അവർ പെരുമാറിയിട്ടുണ്ടാവുക, അതുകൊണ്ടാണല്ലോ പ്രേമമായിട്ടുണ്ടാവുക. ആ സ്നേഹം മറ്റൊരാൾക്ക് കൊടുക്കുമെന്നാണ് പിന്നത്തെ പേടി. ടവർ വന്നു കഴിഞ്ഞാൽ എല്ലാം എൻഡായി, രണ്ടുപേര് രണ്ട് ഭാഗത്തിരിക്കുമ്പോൾ രണ്ടുപേരുടെ സംശയം ഇതാണ്, ഞാൻ മാറി നിൽക്കുമ്പോൾ മറ്റാരുടെയെങ്കിലും കയ്യിൽ പോയി പെടുവോ, അവരെ സ്നേഹിക്കാൻ തുടങ്ങുമോ. അപ്പോൾ ഈ മാറി നിൽക്കുന്നത് കള്ളത്തരാണല്ലേ. അവരെ നഷ്ടമാവാൻ വേണ്ടിയിട്ടല്ല, അവരെ പശ്ചാത്തപിക്കണം, വേദനിക്കണം, ഈ വഴക്ക് നിർത്തണം, വീണ്ടും വരണം, സ്നേഹിക്കണം. ഈ ഒരു ചിന്തയിലാണ് രണ്ടുപേരും വഴക്കിട്ട് മാറി നിൽക്കുന്നത്. കപട ദേഷ്യമാണ് അവിടെ. എന്നാൽ ആക്രമണകാരികളാണ് രണ്ടുപേരും. പറയുന്നതിലൊന്നും ഒരു കുറവുമില്ല. ഈഗോ നല്ല പോലെ ഉണ്ട്. ഒരാൾക്കല്ല, രണ്ടുപേർക്കും ഉണ്ട്. കാരണം 2 ടവറിലും വന്നിരിക്കുന്ന യുദ്ധത്തിൻ്റെ ദേവനാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുന്നവരാണ്. ഒരാൾ മാത്രം യുദ്ധം വെട്ടി മറ്റേയാൾ പാവാണ്, ഇതൊന്നും പറയാൻ പറ്റില്ല. രണ്ടുപേരും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നവരാണ്, ബന്ധം ഏതായാലും. ഇനി ഭീഷണിയായി വീട്ടുകാർ നിൽക്കുന്നുണ്ട്. നിങ്ങൾ വഴക്കിട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് ശത്രുക്കളുണ്ട് എന്ന് പറയുന്നത്. ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സുകളും സംശയങ്ങളും ആവാം. അല്ലെങ്കിൽ 3 വാണ്ടായിട്ട് വീട്ടുകാർ നിൽക്കുന്നുണ്ട്. അത് 2 കുടുംബത്തിലിരിക്കുന്നവരാണെങ്കിൽ സ്വന്തം പങ്കാളികൾ തന്നെ ആവാം, അല്ല വീട്ടുകാർ മറ്റൊരു ബന്ധത്തിലേക്ക് കൊണ്ടുപോകുന്ന സിംഗിൾസ് ആവാം. മറ്റൊരു ഓപ്ഷൻ കാണിച്ചിട്ടേ 2 വാണ്ട് 3 വാണ്ടും അതാ പറയുന്നത്, മറ്റൊന്നിലേക്ക് പോകാൻ പറയുന്നുണ്ട്. നിങ്ങളുടെ സ്നേഹം ഒരുപക്ഷെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടാവില്ല, അല്ല വീട്ടിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് അവഗണിക്കുകയായിരിക്കും. അവർക്ക് താല്പര്യം ഉണ്ടാവില്ല നിങ്ങളെ അവരുടെ മകൻ അല്ലെങ്കിൽ മകള് കല്യാണം കഴിക്കുന്നത്. അപ്പം മറ്റൊരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് വീട്ടുകാർ നിർബന്ധിക്കുമല്ലോ ഇത് മതിയെന്ന്. അതുപോലെ വീട്ടുകാർ ശക്തമായിട്ട് തന്നെ എതിരാളികളായി മാറിയിട്ടുണ്ട്. 2 മതവും 2 ജാതിയും ആയിരിക്കുക, 2 തട്ടിലായിരിക്കുക, ഏജ് കൂടുതലുള്ള ആളുകളുണ്ട്, പെൺകുട്ടികൾ. അതിവിടെ പറയുന്നുണ്ട്, ഒരു കാർഡ് വന്നിട്ടുണ്ട്. ഇനി തുടക്കത്തിൽ തന്നെ എൻഡാവാൻ യോഗമുള്ളവരുണ്ട്. ഇത് മുന്നോട്ട് പോവില്ല. ഇനി വഴക്കിട്ടാലും സ്നേഹിച്ചാലും അങ്ങേയറ്റം പോണമെന്ന് ആഗ്രഹിച്ചാലും പോവാത്ത ബന്ധങ്ങളും ഉണ്ട് ഇവിടെ. തുടക്കത്തിൽ തന്നെ ടവറാവുന്നത് എൻഡാവുന്ന ബന്ധങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങളുടെ ബന്ധം എന്താണെന്ന് നിങ്ങൾക്കേ അറിയുള്ളൂ അല്ലേ. അങ്ങേയറ്റം സ്നേഹിക്കുന്നുണ്ട്, സോൾ കണക്ഷനാണ്. സംശയം ഉണ്ടെങ്കിലും ഹൃദയത്തിൽ നിങ്ങളുണ്ട് എന്നൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. എങ്കിലും പുതിയ ബന്ധത്തിലേക്ക് പോണ്ടി വരും എന്ന് പറയുന്ന ചില ആളുകളെയും കാണിക്കുന്നുണ്ട്. അലങ്കി തിരിയേണ്ടി വരുമെന്ന് പറയുന്നത്. ഈ ബന്ധത്തിൽ നിങ്ങൾക്ക് അലച്ചിലും കഷ്ടപ്പാടുമാണ്, വെല്ലുവിളികൾ ധാരാളം ഉണ്ട്. ഇതൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഒന്നിച്ചു പോവാൻ കഴിയില്ല എന്നുള്ള ചില ആളുകളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ അങ്കാരകൻ ഇരട്ട മുഖവുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് തരുമെന്നും പറയുന്നുണ്ട്, തരില്ല എന്നും പറയുന്നുണ്ട്. ഒരുപാട് പേര് കാണുന്നത് കൊണ്ടായിരിക്കാം ഇങ്ങനെ ഇരട്ട മുഖത്തിൽ വന്നിട്ടുണ്ടാവുക. എല്ലാവരുടെ ബന്ധവും മുന്നോട്ട് പോകും, ജീവിതാവസാനം വരെ കിട്ടുന്ന ഇവിടെ പറയുന്നില്ല. ചില സമയത്ത് കാർമിക് ബന്ധമാവുമ്പോൾ അത് എൻഡാവും, അവരെ നിങ്ങൾക്ക് മറക്കേണ്ടി വരും എന്നും പറയുന്നുണ്ട്. അപ്പം ഇതിലേതാണ് നിങ്ങളുടെ സാഹചര്യം പോലെയൊക്കെ എടുക്കുക. കാരണം ഇവിടെ മറ്റൊരു ഓപ്ഷനെ കുറിച്ച് കുറേ കാർഡുകളാണ് പറയുന്നത്. 2 വാണ്ട് എന്ന് പറഞ്ഞാൽ മറ്റൊന്നിലേക്ക് പോണ്ടി വരും എന്നാണ് പറയുന്നത്. മൂൺ 2നെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ടെമ്പറൻസ് പറയുന്നു നിങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നത് മറ്റൊരാൾക്ക് കൊടുക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. നല്ല മെസ്സേജ് അല്ല തരുന്നത്. നിങ്ങൾ സംയമനം പാലിക്കൂ എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ വിധി പോലെ വരും അല്ലേ. അവരെ കാണുമ്പോൾ ഒക്കെ ഇങ്ങനെ അവരെ മുറിവേൽപ്പിക്കുന്ന തരത്തിൽ സംസാരിക്കാതിരിക്കുക. നമുക്ക് അവരെ മാറ്റാൻ പറ്റില്ല, നിങ്ങളെ മാറ്റാൻ പറ്റൂ അല്ലേ. ഇത് കേൾക്കുന്നവരെ മാറ്റാൻ പറ്റൂ. അപ്പം നിങ്ങൾക്ക് കിട്ടാത്തൊരു ബന്ധമാണെങ്കിൽ നിങ്ങൾ എത്ര വഴക്കടിച്ചിട്ടും കാര്യമുണ്ടോ, അവരുടെ മനസ്സിൽ ഈ വഴക്കല്ലേ ഉണ്ടാവുക. ചില ബന്ധങ്ങൾ മറ്റൊന്നിലേക്ക് പോകുമെന്ന് പറയുന്നത്. പുതിയ ആളുകൾ, പുതിയ പ്രണയം എന്നൊക്കെ പറയുന്നുണ്ട്. വിവാഹ നിശ്ചയം, വിവാഹം പുതിയതാണ് പറയുന്നത്. അപ്പം സിംഗിൾസിനാണെങ്കിൽ മറ്റൊരാളെ കല്യാണം കഴിക്കേണ്ടി വരും നിങ്ങളുടെ പങ്കാളിക്കോ നിങ്ങൾക്കോ എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ അങ്കാരകൻ തരുന്നുണ്ട്. ഇനി വന്നിരിക്കുന്നത് ഭൂമിയാണ്. ഭൂമി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വന്നാലും എത്രയൊക്കെ വഴക്കിട്ടാലും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് അവർക്ക് എന്നാണ്. നിങ്ങളെ നഷ്ടപ്പെടുക എന്നുള്ളത് അവർക്കും ഭയങ്കര സങ്കടകരമായ കാര്യമാണ്. മറ്റൊന്നിലേക്ക് പോണ്ടി വന്നാലും നിങ്ങളെ അങ്ങ് മുഴുവനായി മറക്കാൻ കഴിയാത്ത ഒരാളാണ്.
എന്നാലും ഇവിടെ തടസ്സങ്ങളാണ് കൂടുതലും കാണുന്നത്. ബന്ധം മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് കാണുന്നത്. പുതിയൊന്നിലേക്ക് പോണ്ടി വരും സിംഗിൾ ആണെങ്കിൽ. ഇനി 2 കുടുംബമാണെങ്കിൽ കുടുംബം അറിഞ്ഞ് പ്രശ്നമാവുന്നതായിരിക്കാം. ഇനി ദമ്പതികളാണെങ്കിലും കുറച്ചു കാലം ഒന്ന് വേറിട്ട് നിൽക്കുക, അല്ലെങ്കിൽ വഴക്കുണ്ടാവുക, സ്വരച്ചേർച്ച ഇല്ലാതാവുക, ഇതുപോലുള്ള സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിടേണ്ടി വരുമെന്നാണ് പറയുന്നത്. കാലക്കേടാണ് കാണുന്നത്. അതുകൊണ്ട് നന്നായി പ്രാർത്ഥിക്കാനും ഇവിടെ പറയുന്നുണ്ട്. നിങ്ങളുടെ ബന്ധത്തിൽ ചില കാലക്കേടുകളാണ് വന്നുപെട്ടിരിക്കുന്നത്. നന്നായി പ്രാർത്ഥിക്കുക. ഹിന്ദുക്കളാണെങ്കിൽ നമഃശിവായ ജപിക്കില്ലേ എല്ലാവരും? അപ്പോൾ ജപിക്കുന്ന കൂട്ടത്തിൽ ഓം ഹ്രീം നമഃശിവായ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഓം ഹ്രീം എന്ന് പറയുമ്പോൾ പാർവതി സമേതനായ പരമേശ്വരൻ എന്നാണ് അർത്ഥം. ഹ്രീം എന്ന വാക്ക് ദേവിയാണ് നമ്മളിവിടെ കൊണ്ടുവരുന്നത്. നമഃശിവായ എന്ന് പറഞ്ഞാൽ ശിവനാണ്. അപ്പോൾ ദേവി ദേവനും കൂടിയിട്ടുള്ള ആ അർദ്ധനാരിയെ അല്ലെങ്കിൽ പാർവതി പരമേശ്വരനെ വിളിക്കുന്നതാണ് ഓം ഹ്രീം നമഃശിവായ എന്ന്. ഹിന്ദുക്കളാണെങ്കിൽ ആ നാമം ജപിക്കുക. നിങ്ങളുടെ വഴക്കുകൾ, ഐക്യമില്ലായ്മ, ഈ അങ്കാരകൻ്റെ ദ്രോഹം, ഇതെല്ലാം മാറാൻ വേണ്ടിയാണ് ഈ മന്ത്രം നമ്മളിവിടെ പറഞ്ഞു തരുന്നത്. ജപിച്ചാൽ മതി. ദാമ്പത്യത്തിലെ പ്രശ്നങ്ങൾ, വീട്ടിലെ പ്രശ്നങ്ങൾ, പ്രണയത്തിലെ പ്രശ്നങ്ങൾ ഇതെല്ലാം മാറി ഐക്യത്തിലേക്കും സന്തോഷത്തിലേക്കും വരും. നമ്മളൊരു ഐക്യ പുഷ്പാഞ്ജലിയൊക്കെ കഴിക്കുന്ന പവറാണ് ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഈ മന്ത്രത്തിൻ്റെ പേര് പറഞ്ഞ് നാളെ 10,000 ചോദിക്കുമെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്. പക്ഷേ മറ്റുള്ളവർ അതിനെ മിസ്യൂസ് ചെയ്ത് അത് കാശാക്കുന്നു. അപ്പോൾ അതിൽ പാവങ്ങൾ പോയി പെടുന്നു. അതുകൊണ്ടാണ് ഞാനിവിടെ പ്രയോഗിക്കാത്തത്. അപ്പോൾ പലരും ഇത് കോപ്പി അടിക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. അവർ ആരാണെന്ന് മനസ്സിലായി നമ്മൾ ബ്ലോക്ക് ചെയ്യുമ്പോൾ അവർ മറ്റൊരു ID വന്നിട്ട് നമ്മളെ കോപ്പി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഉപകാരമുള്ള കാര്യം പോലും എനിക്ക് പറഞ്ഞു തരാൻ പറ്റാത്തത്. അപ്പം ഈ മന്ത്രം ജപിച്ചിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീർക്കുക കേട്ടോ. അതിന് വേറൊരാൾക്ക് കാശ് കൊണ്ടേ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കേൾക്കുന്നവരെങ്കിലും ഇത് ചെയ്യുക. അതാണ് ഇന്ന് തരാനുള്ള മെസ്സേജ്. നിങ്ങൾ ഇത്തിരി കഷ്ടപ്പാടിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത്. കാണിച്ചു തന്നിരിക്കുന്നത് ഇരട്ട മുഖമായിട്ട് വന്നിരിക്കുന്ന അങ്കാരകനെ തോൽപ്പിക്കാൻ നമുക്ക് ഇതേ ഒരു കഴിവുള്ളൂ. അപ്പം അത് ജപിക്കുക കേട്ടോ. ഇത് കേൾക്കുന്നവർ ഈ പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് എടുക്കുക. ഇനി ഇത് പറഞ്ഞ ആരെങ്കിലും പറ്റിക്കുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കുക കേട്ടോ. ഈ നാമം പറഞ്ഞിട്ട് 1000 10,000 വാങ്ങുകയാണെങ്കിൽ. ഇവിടെ സെപ്പറേഷനാണ് വന്നിരിക്കുന്നത്. ഇനി അർജുനനും സുഭദ്രയാണ് വന്നിരിക്കുന്നത്. ട്രൂ ലവാണ്. രാമനും സീതയാണ് വന്നിരിക്കുന്നത്. അപ്പം ഈ മീഡിയ എന്ന് പറഞ്ഞ ഓൺലൈൻ പ്രത്യേകിച്ചും കോപ്പി അടിയുടെ ഒരു ലോകമാണ്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു നോവലാണ് കോപ്പി അടിച്ചിട്ട് ഗൗരി ശങ്കർ എന്നുള്ള പേരിൽ സീരിയലായി വന്നിരിക്കുന്ന പല കാര്യങ്ങളും എൻ്റെ കോപ്പി അടിക്കുന്നുണ്ട്. മറ്റൊരു നോവൽ ഞാൻ എഴുതി പ്രസിദ്ധീകരിച്ചത് വേറൊരാളിപ്പോൾ കോപ്പി അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരിട്ട് പറയാനും പറ്റില്ല. കഥാതന്തു മാത്രമാണ് അവരെടുക്കുന്നത്, ബാക്കി കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. അങ്ങനെ പല മണ്ടത്തരങ്ങളും എനിക്ക് പറ്റി. അപ്പം നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നിങ്ങളൊരു കഥയോ കവിതയോ എഴുതുകയാണെങ്കിൽ മറ്റാരും കാണിച്ചു കൊടുക്കാതിരിക്കുക കേട്ടോ. നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയാൽ മതി. അത്രയ്ക്കും വിഷലിപ്തമായൊരു ചുറ്റുപാടാണ് നമുക്കിപ്പോൾ. അതുകൊണ്ട് നല്ല കാര്യങ്ങളൊന്നും ചെയ്യാനും കൂടി പറ്റാത്തൊരു അവസ്ഥയാണ്. ഇതിൻ്റെ പേരിൽ ചൂഷണം ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഇന്നലെ ഒരാൾ റീഡിങ്ങിന് വന്നിട്ട് പറയുകയാണ്, അർജൻറ്റാണ്, അതിന് എത്രയാണ് അധികം അടയ്ക്കേണ്ട പൈസ എന്ന്. അപ്പം ഞാനാകെ അന്തം വിട്ടു. ഞാൻ എല്ലാറ്റിനും ഒരേ തുകയാണ് വാങ്ങിക്കുന്നത്. എന്താ നിങ്ങൾ പറയുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് അവർ പറയുന്നത്, അല്ല ഇപ്പം തന്നെ കിട്ടാനേ പ്രത്യേകിച്ച് പൈസ അടയ്ക്കണമല്ലോ, അത് എത്രയെന്നാണ് ചോദിച്ചതെന്ന്. അപ്പം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ടാരോ റീഡിങ്ങിലും പ്രൈവറ്റ് റീഡിങ്ങിലൊക്കെ നടക്കുന്നത്. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് കേട്ടോ. ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അപ്പം ഇങ്ങനെ ഒരുപാട് കബളിപ്പിക്കൽ നടക്കുന്നൊരു സ്ഥലമായതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയാത്തത്. എങ്കിലും ഞാൻ ആദ്യം മന്ത്രം ചൊല്ലിയിട്ട് തന്നെയാണ് ഇത് തുടങ്ങുന്നത്. അപ്പോൾ പോസിറ്റീവ് എനർജി ഇവിടെ ഉണ്ട്. നിങ്ങളുടെ കാര്യങ്ങൾ ഓക്കെ ആവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അതിനല്ലേ നമുക്ക് കഴിയുക. ഇനി നമുക്ക് ഹെൽത്ത്, കരിയർ അതിലേക്ക് പോവാം. ഇവിടെ ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് വന്നിരിക്കുന്നത് സ്ത്രീകളുടെ ഗർഭാശയ അണ്ഡാശയ സ്ഥാന ഫൈബ്രോയിഡുകൾ വന്നിട്ടുണ്ട്. ഇനി എല്ലുകളുടെ പല്ലുകളുടെ തേയ്മാനം, പൊട്ടൽ ഒക്കെ വന്നിട്ടുണ്ട്. എല്ലുകളുടെ കേട്ടോ, പല്ലുകളുടെ ദന്തരോഗമാണ് വന്നിരിക്കുന്നത്. ഒന്നിച്ച് പറയുമ്പോൾ ഇങ്ങനെയാവൂലേ. ഇനി അമിത മദ്യപാനം പറയുന്നുണ്ട്, കരൾ രോഗം പറയുന്നുണ്ട്, അനീമിക് ആണ് എന്ന് പറയുന്നുണ്ട്. ജോലി, പുതിയ ജോലി കിട്ടാൻ കാത്തിരിക്കുന്നവർക്ക് കിട്ടുമെന്ന് പറയുന്നുണ്ട്. ഹോട്ടൽ വന്നിട്ടുണ്ട്, എഴുത്തുകാർ വന്നിട്ടുണ്ട്, ഗതാഗതം വന്നിട്ടുണ്ട്, ഇന്ത്യക്ക് വെളിയിലത്തെ ജോലികൾ വന്നിട്ടുണ്ട്.
ഇതൊക്കെയാണ് ജോലി വന്നിരിക്കുന്നത്. ഒരുപാട് പറഞ്ഞിട്ട് ഇനി ബോറടിക്കേണ്ട. അഡ്വക്കേറ്റൊക്കെ വന്നിട്ടുണ്ട്. ഇനി പൊതുവായ കാര്യങ്ങൾ, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് മറ്റൊരു വിവാഹം കഴിക്കേണ്ടി വരുമെന്നാണ് ഇവിടെ കാണുന്നത് കേട്ടോ. പുതിയൊരു ബന്ധത്തിലേക്ക് പോകേണ്ടി വരുമെന്നാണ് പറയുന്നത്. അത് സങ്കടമാണ്, എങ്കിലും നിങ്ങളത് കേൾക്കേണ്ടതാണല്ലോ, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഇനി ചില കാര്യങ്ങൾ എൻ്റെ ആവും എന്നാണ് പറയുന്നത്. ചില ആളുകൾ ആവശ്യമില്ലാതെ നിങ്ങളോട് വഴക്കിന് വരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളാണെങ്കിൽ മാറിപ്പോവുക. നിയമം, കോടതിയൊക്കെയാണ് പറയുന്നത്. നിസ്സാര കാര്യം മതി വഴക്കാവാൻ അല്ലേ, അതിനൊന്നും പോണ്ട. ഇന്ന് ആകെ ഒരു കാലക്കേടിൻ്റെ ദിവസമായിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ നാമം പറഞ്ഞു തന്നെ കേട്ടോ. എല്ലാ കാര്യത്തിലും ഒന്ന് സംയമനം പാലിക്കൂ എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. ജൂപ്പിറ്റർ പറയുന്നത് അത് കേൾക്കുക. അപ്പം ഇതിൽ കൂടുതൽ എന്തെങ്കിലും വേണമെങ്കിൽ വാട്സപ്പിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. പെട്ടെന്ന് വേണമെങ്കിൽ കൂടുതൽ കാശ് അടയ്ക്കുക, ഇങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ റീഡിംഗ് ചെയ്യാനും അത് വീഡിയോ ആയി കൺവെർട്ട് ആവാനുള്ള സമയം മാത്രമേ ഞാൻ ചോദിക്കൂ. അപ്പം ഇതാണ് എൻ്റെ റീഡിങ്ങിൻ്റെ രീതി. ഏത് വിഷയം വേണമെങ്കിൽ ചോദിക്കാം. പരിഹാരം പറയേണ്ട കാര്യമാണെങ്കിൽ പറയും. അപ്പം ഇനി നമുക്ക് മാലാഖയുടെ മെസ്സേജിലേക്ക് പോവാം. ഹണിമൂണാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വിവാഹം അത് പറയുന്നുണ്ട്. ഫാമിലിയിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് എന്ന് പറയുന്നത് കേട്ടോ. 3 വേണ്ടത് പറഞ്ഞു. ആ വ്യക്തി വളരെ നല്ലവനാണെന്ന് പറയുന്നുണ്ട്. മുൻകാർഡ് പറഞ്ഞു ഫ്രീ യുവർ സെൽഫ് എന്ന് പറയുന്നത്. നിങ്ങളെന്ന് ഫ്രീ ആക്കി വിടൂ കേട്ടോ. ഇപ്പം എല്ലാ കാര്യത്തിനും തടസ്സമാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് തടസ്സമായിട്ട് വന്നിട്ടുണ്ട് ചില കാര്യങ്ങൾ. കൺട്രോൾ ഇഷ്യൂ ഉണ്ട് കേട്ടോ. ഇന്ന് ചില കാര്യങ്ങൾക്കൊക്കെ തടസ്സമായിട്ടാണ് ഇവിടെ റീഡിങ് വന്നിരിക്കുന്നത്. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു, 2 മുഖമായിട്ട് ഇവിടെ ഒരു ആൾ വന്നിട്ടുണ്ട്. അവരാണ് ഇതൊക്കെ ചെയ്യുന്നത്. നല്ലതും ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചീത്ത അനുഭവങ്ങളും ഉണ്ടാവാം. വഴക്കൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല അനുഭവമല്ലല്ലോ. അപ്പം നിങ്ങളൊന്ന് സംയമനം പാലിച്ചാൽ ഈ സമയം അങ്ങ് കടന്നു പോകും കേട്ടോ. വഴക്കിനൊന്നും പോവാതിരുന്നാൽ മതി. പങ്കാളി വഴക്കിനാണ് വരുന്നതെങ്കിൽ പോലും അവിടെ നിന്ന് മാറിപ്പോവുക, അല്ലെങ്കിൽ ഫോണാണെങ്കിൽ ഓഫാക്കി ഇടുക, അങ്ങനെ ചെയ്താൽ മതി. കാരണം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അത്ര നല്ലതല്ല എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക. നിങ്ങൾ ആരെയാണോ വിശ്വസിക്കുന്നത്, ചില ദിവസങ്ങൾ നല്ലതല്ലാത്ത ദിവസം ഉണ്ടാവില്ലേ, അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. പ്രാർത്ഥിച്ചാൽ അത് നല്ല ദിവസമായി മാറും. അതാണ് നമ്മുടെ വിശ്വാസം. പോസിറ്റീവ് എനർജി കൊണ്ടുവരിക. ഇവിടെ നിങ്ങളെ മനസ്സിങ്ങനെ വിഷമിപ്പിച്ച് നെഗറ്റീവായി ചിന്തിച്ച് നിങ്ങൾ തന്നെ നിങ്ങളുടെ ശത്രുവായി മാറുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. അതാവാതിരിക്കുക. ഇനി നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം. കമ്മിറ്റ്മെൻറ്റ് തരുമെന്ന് പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ അവർക്ക് മറ്റൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവും എന്നും നമുക്ക് പറയേണ്ടി വരും. കാരണം മറ്റൊരു വിവാഹത്തിലേക്ക് പോകും എന്നൊക്കെ ഇവിടെ കണ്ടു. ഐ ഹേറ്റ് യു എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പം ചില ആളുകളെ വെറുക്കുന്നുണ്ട്. റീകൺസിലേഷൻ പറയുന്ന ആളുകളുമുണ്ട്. അപ്പം ചതിച്ച ആളെ ആയിരിക്കും അങ്ങനെ വെറുക്കുന്നുണ്ടാവുക. എന്നാലും അവർക്ക് വേണ്ടിയിട്ടായിരിക്കും ഇത് കാണുന്നുണ്ടാവുക അല്ലേ. നിങ്ങൾ ഇവിടെ കണ്ടത് 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംശയിക്കുന്നുണ്ട്. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം വെട്ടുന്നുണ്ട്, എൻഡാക്കിയിട്ടുണ്ട്. ഇത് 2 ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. 2 പേരും കപട ദേഷ്യം അഭിനയിച്ച് മാറി നിൽക്കുകയാണ്. എന്നാൽ 2 പേരും സ്പൈ ചെയ്യുന്നുണ്ട്. എന്നെ എന്നാ കോണ്ടാക്ട് ചെയ്യുക എന്ന് നോക്കുന്നുണ്ട്. സ്നേഹമുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെയാണ് നിങ്ങളുടെ സാഹചര്യങ്ങൾ. എന്നാൽ കുറച്ച് പ്രശ്നങ്ങളും നിങ്ങൾക്കിടയിൽ ഉണ്ടാവാൻ പോകുന്നുണ്ട്. സാഹചര്യങ്ങൾ അനുകൂലമല്ല. അപ്പോൾ അതിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ സ്നേഹം സത്യമുള്ളതാണെങ്കിൽ, അവർ നിങ്ങളെ സത്യമായിട്ടാണ് പ്രണയിക്കുന്നത് എങ്കിൽ, അർഹത ഉള്ളവരെയാണ് നിങ്ങൾ കാത്തിരിക്കുന്ന എങ്കിൽ, ആ സ്നേഹം സഫലമാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ ചെറിയ റീഡിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും പോസിറ്റീവായി ഇരിക്കുക.